ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, പറഞ്ഞ പേര് പറയുന്നത് നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അവർ 24 മണിക്കൂറും എന്റെ വീഡിയോസിനാണ് അവർ എന്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടി പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ്. എന്റെ അനിയൻ പ്രതീഷ്, എന്റെ നായകൻ. ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. ഓക്കെ ഗൈസ്, ഇന്നലെ രേണുസുധീൻ്റെ വീഡിയോ ഇട്ടതിൽ കുറച്ച് ചീത്തവിളി എനിക്കും കേട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു സഹോദരായ നാട്ടുകാരെ, അല്ല എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സെ, ഞാൻ യൂട്യൂബ് മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഒരു കൗൺസിലറാണ്. ഞാൻ 3 കൊല്ലമായി ജോലി ചെയ്യുകയാണ്. ഞാൻ ഇന്നും ഓഫീസിൽ പോയി വന്നിരിക്കുന്ന ഒരു കോലാണ്. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് കുളിച്ചൊന്ന് ഫ്രീ ആണ്. ഓക്കെ, സോ നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലേ എന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ് എനിക്കിത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കും ഈസ് അബൌട്ട് രേണുസുധിയാണ്. കാരണം ഈ രേണുസുധി എന്ന് പറയുന്ന കുറേ കാലമായിട്ട് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും പല കോൺട്രവേഴ്സീസ് ഇങ്ങനെ വരികയാണ്. എനിക്കറിയില്ല രേണുസുധി എല്ലാവരും രേണുസുധീൻ്റെ പുറകെ പോകുന്നു. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒക്കെ ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. രേണുസുധി ഇപ്രാവശ്യം ബിഗ് ബോസിൽ സെലക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെ കണ്ടസ്റ്റൻ്റ് ആണ്. ബിഗ് ബോസിൽ ഓഫ് കോഴ്സ് നമുക്ക് രേണുസുധീനെ കാണാൻ പറ്റും. അതുകൊണ്ടാണോ രേണുസുധീൻ്റെ പേരിൽ ഇങ്ങനെ കോൺട്രവേഴ്സീസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഫേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇൻ്റർവ്യൂസുകൾ കൂടുന്നത്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു രേണുസുധി. അപ്പോൾ ഇന്നലെ ഞാനിട്ട റിയാക്ട് ചെയ്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മളുടെ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വൈഫ് ഉണ്ടായിരുന്നു. അവർ ലീഗലി മാരി ചെയ്തതാണ്, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് തകർത്തത് രേണുസുധിയാണ്. അതിനുശേഷം ആ വീഡിയോയിലും അല്ലാണ്ടും ഒരുപാട് വീഡിയോസിൽ കൂടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സുധിയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജസ്റ്റ് കല്യാണം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ലീഗലി മാരീഡ് അല്ല, അല്ലെ സുധീൻ്റെ ലീഗലി മാരീഡ് ആയിട്ടുള്ള വൈഫ് ഇന്നലത്തെ കോൺട്രവേഴ്സിയുള്ള ലേഡിയാണ്. രേണുസുധിക്ക് സുധീനെ പറ്റി പറയാൻ ഒരു അധികാരവും ഇല്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഫസ്റ്റ് രേണുസുധി വന്നിരിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് ഇൻ്റർവ്യൂവിൽ കാണിക്കുന്നുണ്ട്, ഞങ്ങളുടെ കല്യാണം ലീഗലി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം. ഇവിടെ ഒന്നും കൂടെ ഞാൻ വായിക്കുവാണ്. ദ 4th ഷെഡ്യൂൾ ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തവരാണ്. ഇനി ഞാൻ സുധിച്ചേണ്ട ഫോട്ടോ വെക്കുന്നതിന്, സുധിച്ചേണ്ട പേര് വെക്കുന്നതിന് ഇവർക്ക് എന്നാന്നേ? ഞാൻ ഇന്ന് വരെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇനിയോട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ എന്തിനാ ഇവർ ഈ കിടന്ന് പറയുന്ന ആവശ്യമില്ലാത്ത ഇത് കാണിക്കേണ്ട അവസ്ഥ വന്നു. രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയോട് ഇത്രത്തോളം ഹെയ്റ്റ് വരാനുള്ളതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് സുധിയുടെ വൈഫായതുകൊണ്ടാണ്. സുധീൻ്റെ വൈഫാണ്, അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, സുധീനെ വിറ്റ് നടക്കുകയാണ് എന്നീ പരാതി പരിഭവങ്ങൾ, അല്ലെങ്കിൽ എന്നീ ചീത്തവിളികളൊക്കെയാണ് നടക്കുന്നത്. അതിന് വളരെ വ്യക്തമായൊരു മറുപടി രേണുസുധി ഇതിൽ തന്നിട്ടുണ്ട്. തന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. സുധിയുടെ ഭാര്യയാണ് രേണുസുധി, ലീഗലി മാരീഡാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് അവർ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സുധീൻ്റെ പേര് വെച്ച് നടക്കാൻ രേണുസുധിക്ക് റൈറ്റ് ഉണ്ട്. ഇതിൽ ഒരു തെറ്റുമില്ല എന്ന് വെച്ചാൽ ഒരു തെറ്റുമില്ല. അവർ ലീഗലി കല്യാണം അയച്ചില്ലെങ്കിൽ അവരവരുടെ ഭർത്താവിൻ്റെ പേര് വെച്ച് നടക്കുന്നതിന് എന്താ? ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി യൂട്യൂബിൽ കൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൽ കൂടെ നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പർട്ടിക്കുലർ ലേഡിനോട് ഒരു നെഗറ്റീവ് ഉള്ളൂ. അല്ലെങ്കിൽ ഷീസ് ലൈക്ക് എ ഗുഡ് പേഴ്സൺ. അല്ലാണ്ട് പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സ് ഇടുന്നതിനോ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നതിനോ ഒന്നുമല്ല പറഞ്ഞത്. നെഗറ്റീവ് പബ്ലിസിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമില്ല. സ്വന്തം ഭർത്താവിന് പേരിട്ട് കിടക്കുന്നതിന് ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നമോ? അപ്പം ഈ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷം രേണുസുധീൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഒരു 2-3 കമൻറ്റ് വന്നു. ആ കമൻറ്റാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം. അപ്പോൾ ആ കമൻറ്റ് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റ് പറഞ്ഞുതരാം. ഞാൻ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 10-12 മണിക്കുള്ളിൽ ഞാനിട്ടൊരു വീഡിയോ ഉണ്ട് രേണുസുധീൻ്റെ. രേണുസുധിയുടെ മുൻ ഭാര്യയുടെ ജീവിതം തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഞാനിട്ടൊരു വീഡിയോ. അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റാണ്, മോളെ രേണു ആദ്യം ഒന്ന് കല്യാണം കഴിച്ചതാണ്, സുധിയെ 2ാം കെട്ടാണ്. രേണു കോട്ടയം ഞാലിയക്കുഴിയിലുള്ള ബിനു ആണ് രേണുവിൻ്റെ ആദ്യ ഭർത്താവ് എന്നൊരു കമൻറ്റ് വന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയുടെ കുറേ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആളുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടതിൽ ആൾ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഇതെൻ്റെ ആദ്യ വിവാഹമാണ്.
ഞാനും സുധിയും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. സുധി ഓൾറെഡി കല്യാണം കഴിച്ച് കിച്ചു എന്ന് പറയുന്ന ഒരു കുട്ടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി അല്ല എൻ്റെ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, എന്ന് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു എന്തിനാണ് കല്യാണം കഴിച്ച ഒരു പുരുഷനെ കെട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് സുധിയേട്ടന് ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരാളെ പറ്റി എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു സാധനം വരുന്നേ എന്ന് ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഈ വീഡിയോൻ്റെ താഴെയും ഇതേ കമൻറ്റാണ് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള കമൻറ്റ് വേറെയും വന്നിട്ടുണ്ട്. അപ്പം അത് രേണുവിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ തന്നെ വന്നതാണ്. ജിജി ദിലീപ് എന്ന് പറയുന്ന ഒരാളിട്ടത്, രേണു ബിനു എന്നൊരാളെ ആദ്യം കല്യാണം കഴിച്ചു എന്ന് കണ്ടിരുന്നു, അത് നേരാണോ എന്ന്. അപ്പോൾ രാജ് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ ഇതിന് കമൻ്റ് ഇട്ടുണ്ട്. പാസ്റ്ററേയും തേച്ച് സുധിയുടെ രണ്ടാം വൈഫിൻ്റെ ജീവിതവും കോഞ്ഞാട്ട ആക്കി അവനെ അടിച്ചു മാറ്റി അവൻ്റെ എല്ലാം ഊറ്റി അതിന് ദൈവം കൊടുത്ത ശിക്ഷ കെട്ടുതാലി പൊട്ടിച്ചു. ഇപ്പോൾ ആൺപിള്ളേരുടെയും തോളിൽ കയറി ഊരു തെണ്ടി നടക്കുന്നു. ഇത് അങ്ങോട്ടുള്ള സാധനം എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ രേണു സുധീൻ്റെ വീഡിയോൻ്റെ താഴെയൊക്കെ ഒരു ബിനു എന്ന് പറയുന്ന ഒരാളിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചറിയാൻ ഞാൻ ആ കമൻറ്റ് കളഞ്ഞിട്ടില്ല. ഇത് സത്യമാണോ നുണയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ സത്യമാണെന്നും പറയുന്നില്ല, നുണയാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെ മോശമായ രീതിയിൽ പറയുമോ എന്നൊരു സംശയം. ഇനി പറയുകയാണെങ്കിൽ തന്നെ ഇന്ന ഏരിയയിലുള്ള ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിന്ന് എടുത്ത് പറയുമോ എന്നുള്ള കാര്യം ഒരു കൺഫ്യൂഷനാണ്. പക്ഷെ ഇതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ തരേണ്ടത് രേണു സുധിയാണ്. അവരുടെ ലൈഫിൽ നടന്നത് എന്താ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതൊരു വെറുതെ ഉള്ളൊരു കെട്ടുകഥയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ബിനു എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഇതിൽ കൂടെ കറങ്ങി നടക്കുന്നുണ്ട്. അതവിടെ മാറ്റി നിർത്തിയിട്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രേണു സുധീൻ്റെ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ അറിയാവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് വരുന്ന ആൾക്കാരോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വൈ രേണു സുധി എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഓരോരുത്തരും ഓരോ രീതിയിലാണ് യൂസ് ചെയ്യുക. ചില ആൾക്കാർക്ക് ക്രാഫ്റ്റ് ആയിരിക്കും, ചില ആൾക്കാർക്ക് കുക്കിംഗ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഫാമിലി വ്ളോഗ്സ് ആയിരിക്കും, ചില ആൾക്കാർക്ക് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഹാക്സ് ആയിരിക്കും, ചില ആൾക്കാർ കണ്ടന്റ് ക്രിയേഷൻ ആയിരിക്കും, ചില ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് എന്താണ് ചെയ്യുക, ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്കാണോ അവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് ആ ടോപ്പിക്കുകളെല്ലാം എടുക്കും. അവർ ഓട്ടോമാറ്റിക്കലി ആ ടോപ്പിക് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും, സംസാരിക്കും. ഇറ്റ്സ് എ കോമൺ തിങ്. ഇന്ന് രേണു സുധി ആണെങ്കിൽ നാളെ വേറെ ടോപ്പിക്ക് വരുമ്പോൾ അതിലോട്ട് പോകും, മറ്റന്നാൾ വേറെ ടോപ്പിക്ക് വരുമ്പോൾ പോകും. കാരണം അവരുടെ യൂട്യൂബിൻ്റെ വേ ഓഫ് ഏണിങ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ വൈ വി ആർ സ്പീക്കിംഗ് അബൌട്ട്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് രേണു സുധീൻ്റെ ടോപ്പിക് സംസാരിക്കുന്നു വെച്ചാൽ എനിക്ക് ആളിനോടൊരു പേഴ്സണൽ ഗ്രിവൻസോ ദേഷ്യമോ ഒന്നുമില്ല. എനിക്ക് കറൻ്റ്ലി ഫ്രണ്ടിൽ നിൽക്കുന്ന ചില സോഷ്യൽ കണ്ടൻസ് വരുന്ന സമയത്ത് അതെടുക്കുന്നു, സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഞാൻ എൻ്റെ വീഡിയോയിൽ, അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ റിയാക്ഷൻ വീഡിയോസും നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ വിത്ത് റെസ്പെക്റ്റ്, രണ്ട് സൈഡും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് ഹെയ്റ്റാണ് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയില്ല. നോട്ട് മീ. നിങ്ങളൊരു 50 സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെടുത്ത് നോക്കുകയാണെങ്കിൽ 50 ആൾക്കാരും ഇതേ രീതിയിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ രേണു സുധീനെ ഇട്ടിട്ടുണ്ട്, ഇതേ രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ നെവർ സോ ഷീ ഈസ് റിയാക്ടിങ് ടു ഇറ്റ്. ഇതിന് റിയാക്ട് ചെയ്യുന്ന രീതി ഞാൻ കണ്ടിട്ടില്ല. സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് വരെ ഇപ്പോൾ നമ്മളെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ പാവങ്ങളാണ്. പക്ഷെ വലിയ ഇപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറേ അത്യാവശ്യം യൂട്യൂബിൽ നല്ല ഇൻഫ്ലുവൻസർ ലിസ്റ്റിലുള്ള, അവരെ വരെ വിളിച്ചിട്ട് എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ബട്ട് ഐ നെവർ സോ രേണു സുധി ഡിഡ് ദിസ്. അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഷീ ഈസ് ലൈക്ക് എ ബോൾ ലേഡി. ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും കുലിക്കാൻ പറ്റുന്നതല്ലാണ്. പക്ഷേ റീസെൻ്റ്ലി ഐ സോ എ വീഡിയോ വെർ രേണു സുധി റിയാക്ട് ടു ഇറ്റ്. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് അതൊന്ന് ചെയ്യണം തോന്നി. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ എന്താണെന്ന് നോക്കിയിട്ട് ആരോടാണ് ഇത് പറഞ്ഞത് എന്നുള്ളതും കൂടെ നോക്കിയിട്ട് നമ്മുടെ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, പറഞ്ഞ പേര് പറയുന്നത് നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അവർ 24 മണിക്കൂറും എന്റെ വീഡിയോസിനാണ് അവർ എന്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടി പൊടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ്. എന്റെ അനിയൻ പ്രതീഷ്, എന്റെ നായകൻ പ്രതീഷിന് ഞാൻ ഫുഡ് വാരി കൊടുത്തതിന് പ്രതീഷിന്റെ വൈഫിനില്ല കുഴപ്പം. ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതുങ്ങിയൊന്നും അല്ല അവന് വാരി കൊടുത്ത് അവന് എനിക്ക് ഫുഡ് വാരി തന്നതും. മനസ്സിലായോ? ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത്.
അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത്, മനസ്സിലായോ? എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല. പിടി കിട്ടിയോ? ചേച്ചി പിടി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നെന്ന്? ചേച്ചി കുറെ ദിവസമല്ലോ തുടങ്ങിയിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ വാരി കൊടുക്കുവാണോടി, അവൻ മുതല പോലെ വാ തുറക്കുന്നു. അവനെ ഒന്നും പറയണ്ട കേട്ടല്ലോ. എന്നെ നിങ്ങൾ പറഞ്ഞു, എന്നെ പറയുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല. എന്നെ നിങ്ങൾ പറഞ്ഞു, എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ. അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടും. നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുതി ഇടപെടാൻ വന്നിട്ടുമില്ല, വരത്തുമില്ല. എന്നെ വെറുതെ വിട്ടേക്ക് കേട്ടോ. പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ, ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുവോ, അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട കേട്ടല്ലോ. ഞാൻ എന്റെ സ്വന്തം അനിയനാണ്. അപ്പം എനിക്കറിയില്ല എത്ര പേർക്ക് ഇതെന്താ കോൺവെർസേഷൻ എന്ന് മനസ്സിലായി എന്ന് വെച്ചാൽ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ രേണുസുധീൻ്റെ ഒരു വീഡിയോനെ നമ്മൾ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ദയ എന്ന് പറയുന്ന ആൾ റിയാക്ട് ചെയ്തു. ഇതാണ് ആൾ, ഞാൻ ദയനെ ഇപ്പോൾ ഇതിൽ കാണിക്കും, അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രേണുസുധി മറ്റേ ആ നടനില്ലേ, ഞാൻ കാണിക്കാം, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് വാരി കൊടുത്തു. അപ്പോൾ അത് വെച്ചിട്ട് ഈ പുള്ളിക്കാരി റിയാക്ട് ചെയ്തത് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്, അല്ലെ ഹേർട്ട് ഇൻ ദ സെൻസ് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. ഇതിന് ആ നടൻ, ആളുടെ പേര് പ്രജീഷ് എന്നാന്ന് തോന്നുന്നു, പ്രജീഷും രേണുസുധി ഒരുപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പെർട്ടിക്കുലർ വ്യക്തി റിയാക്ട് ചെയ്ത് വീഡിയോ ഒന്ന് നോക്കാം. ഞാൻ ഇന്നലെ രേണുസുധി മറ്റേ എന്താണ് കൂടെ അഭിനയിക്കുന്ന ഒരു വേട്ടവിളിയനുണ്ടല്ലോ, അവന് വാരി കൊടുക്കണ ആ ഒരു രംഗത്തെ പറ്റി ഞാൻ പ്രതികരിച്ചിരുന്നു. അതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാരുടെ കമന്റ് കണ്ടു. അവരുടെ വളർച്ചയ്ക്ക് എനിക്ക് അസൂയാണ്. ഒരിക്കലും അല്ല. പുള്ളിക്കാരി നല്ല നിലയിലെത്തണം, നല്ലൊരു സ്റ്റാർ ആവണം. അഭിനയത്തെ കുറിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. കാരണം എല്ലാവരും അഭിനയിച്ച് വലിയ ട്രോഫിയും ഒക്കെ എടുത്തിട്ടൊന്നുമല്ല. ഒക്കെ അഭിനയിച്ച് വലിയ അവസരങ്ങൾ കിട്ടി നല്ലൊരു ആർട്ടിസ്റ്റായി മാറട്ടെ രേണുസുധി എന്ന് തന്നെ പറയാം. പക്ഷെ അതിന്റെ ഇടയിൽ ചില പൊറാട്ട് നാടകങ്ങൾ കാണുമ്പോഴാണ് ഞാൻ ഈ പ്രതികരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവന് മാത്രം എന്ത് വാരിക്കൊടുക്കും? ഈ പരാര ഉണ്ടായിരുന്നല്ലോ ഈ അഭിനയിക്കാമെന്ന്, എന്തോ അതിന് വാരിക്കൊടുക്കേണ്ടിരുന്നു? എന്താ രജിസാറിന്റെ കൂടെയൊക്കെ സ്റ്റേജ് ഷോയിൽ അപ്പുറം നടക്കണം, എന്താ പുള്ളിക്കാരന് വാരിക്കൊടുക്കാൻ ഇതിരുന്നത്? അത് പോട്ടെ, 2 മക്കള് വീട്ടിലിരിപ്പുണ്ടല്ലോ. സുധിച്ചേട്ടന്റെ 2 മക്കളുണ്ട്, എന്താ അവരുടെ കൂടെ വാരി കൊടുത്തിട്ട് ഒരു വീഡിയോ ഇടാത്തത്? ഇവന് ഏത് ലൊക്കേഷനിലും പോയി ഇവന്റെ അണ്ണാക്കിൽ ഇവനെന്താ കയ്യില്ലേന്നാ ഞാൻ ചോദിക്കണത്. ഈ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്, മനസ്സിലായില്ലേ? വാരിക്കൊടുക്കാൻ മുട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒരു ആണിനെ വാരിക്കൊടുക്കണം എന്ന് അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ താലി കെട്ടി കൊണ്ടു നടക്കട്ടെ ഒരുതനെ, അവർക്ക് വാരിക്കൊടുക്കുക. ഇവന് മാത്രം ഇവനെന്താ കയ്യില്ലേന്നാ ചോദിക്കണേ? അതോ ഇവന്റെ ഭാര്യയ്ക്ക് കയ്യില്ലേന്നാ ഞാൻ ചോദിക്കണത്? വല്ലവന്റെ ഒരു പെണ്ണിന്റെ ഭർത്താവിന് എന്നെ വാരി കൊടുക്കണമെന്നുണ്ട്, അതോ ഇവന് മാത്രം വാരി കൊടുക്കണം? എന്താ ഇവന് സ്പെഷ്യാലിറ്റി? എന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിനാണ് ഞാൻ ഈ ഫുൾ വീഡിയോ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഈ വീഡിയോ എടുത്ത് നോക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫേസ്ബുക്കിൽ അത്യാവശ്യം നല്ല റീച്ചിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. എന്താണ് എൻ്റെ ഒപ്പീനിയൻ അബൌട്ട് ദിസ് വീഡിയോ എന്ന് വെച്ചാൽ, ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. ചില ആൾക്കാർ വളരെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ചില ആൾക്കാർ വളരെ അസഭ്യവാക്കി യൂസ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ഭയങ്കര കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, പുച്ഛിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ഒരു പെർസ്പെക്റ്റീവാണ്. അപ്പം ഞാൻ പേഴ്സണലി ഇങ്ങനെ പറഞ്ഞ് ഒരു വീഡിയോ ഇടില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കലുണ്ട്, എടുത്ത് കഴിക്കലുണ്ട്, ഇതൊക്കെ ഭയങ്കര കോമണാണ്. ലഞ്ച് ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കഴിക്കുക, വാരി കഴിക്കുക. അതിൽ ചിലപ്പോൾ കല്യാണം കഴിച്ചവരുണ്ടാവും. അപ്പം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എല്ലാവരും എൻ്റെ അതേ പ്രായമുള്ള ആൾക്കാരൊന്നുമില്ല, അതിൽ പ്രായം കൂടിയ ആളുണ്ട്. അവർ ചിലപ്പോൾ കല്യാണം കഴിച്ചതായിരിക്കാം, ചിലപ്പോൾ അവർ കൊണ്ടുവരുന്ന ചോറും കറിയൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുക, ഭാര്യ തരുന്നതുകൊണ്ട്. ചിലപ്പോൾ അവർക്ക് വാരി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വയ്യാണ്ട് വരുന്ന സമയത്ത്, ഇപ്പോൾ പനിയാന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ആടാ എങ്ങനെയുണ്ട് പനി എന്നൊക്കെ ചോദിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് റിയാക്ഷനോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരാളുടെ മനസ്സിൽ വരെ സംശയം തോന്നും, ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പം അങ്ങനെ ഒരു രീതിയിൽ പോർട്രേറ്റ് ചെയ്ത സമയത്തായിരിക്കാം രേണു ഭയങ്കര ഇറിറ്റേറ്റഡ് ആയത്, ഡിസ്റ്റർബ്ഡ് ആയത്, റിയാക്ട് ചെയ്തത്. കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തി ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുള്ള ഒരു പുരുഷനാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ ഈ വീഡിയോനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ലേഡി ചെയ്ത വീഡിയോനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്യില്ല, എൻ്റെ ഒരു വേ ഓഫ് ഒപ്പീനിയൻ ഇതിലല്ല. ആൻഡ് ഒരു ഫുഡ് വാരി കൊടുക്കുന്നതൊക്കെ ഇത്ര വിപ്ലവകരമാക്കാനുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പം ഇത്രയേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. രേണുസുധി വേറെ കല്യാണം കഴിച്ചോ കഴിച്ചില്ലേ, അല്ലെങ്കിൽ അതിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോറിയാണോ എന്നുള്ളതൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം.
അപ്പം അത്രേ പറയാനുള്ളൂ. സോ രേണുസുതി സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ രേണുസുതി ഹേറ്റേഴ്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരാളെയും ഇത്ര ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരാളെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഏറ്റവും നല്ലത് നമ്മൾ എന്താ ചെയ്യുന്നത് അത് അതിൻ്റെതായ മാന്യതയിൽ ചെയ്യുക, പോവുക എന്ന് പറയുന്നത്. അന്തം ഫാൻസും കൊള്ളൂല, അല്ലെങ്കിൽ അന്തം ഹേറ്റേഴ്സും കൊള്ളൂല. എല്ലാം ഒരു മിതമായി പോയാൽ നല്ലത്. ഇത്രയേ ഉള്ളൂ. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.